അള്ളാഹുവിന്റെ പ്രവാചകൻ റൗള ശരീഫിന്റെ ഉള്ളിൽ ജീവനുള്ള മനുഷ്യൻ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അലൈഹി യുസറു ബിഹർ റസൂലു. മുഅ്മിനീങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ റൗളയിൽ നിന്ന് പുഞ്ചിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, എന്റെ പൊന്നു സഹോദരങ്ങളെ, ഹദ്ദാദിനകൾ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ഹദ്ദാദ് നഗറിൽ ഈ സമയത്ത് ഇവിടെ എത്തിയ ോട് പറയുന്നു, ഈ മഹർ 2012 പ്രവർത്തകരോട് പറയുന്നു, റൗള ശരീഫിൽ ഇരിക്കുന്ന റസൂലുള്ള ചിരിക്കുകയാണ്. എന്റെ അൻസാറുകൾ ചെയ്ത അതേ പ്രവർത്തനം 2012 കാസർഗോഡ് ജില്ലയിലെ ഹദ്ദാദ് നഗറില് കുറെ ആളുകൾ അൻസാറുകൾ ചെയ്ത അതേ പ്രവർത്തനം കണ്ട് ഇത് നിസ്സാര പ്രവർത്തനമല്ല, അല്ലാഹുവിന്റെ റസൂൽ റൗളയിൽ ഇത് കണ്ടുകൊണ്ട് ചിരിക്കുകയാണ്. റസൂലുള്ള കണ്ടു ചിരിക്കുകയാണ്. കാരണം അലൈഹി യുസറു ബിഹ റസൂലു, തന്റെ അനുയായികൾ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്ത റസൂലുള്ള റൗളയിൽ ഇരുന്ന് ചിരിക്കുന്നതാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ പറച്ചിലും കേൾക്കലും നീ അങ്ങനെ ആക്കണേ അല്ലാഹുവേ, നീ അങ്ങനെ ആക്കണേ അല്ലാഹുവേ, നീ അങ്ങനെ ആക്കണേ അല്ലാഹുവേ. തിരക്കുണ്ടായിട്ടും വന്നിരുന്ന് ഈ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് ആളുകൾ അല്ലാഹുവേ നാളെ അവർ ഈ മദീനത്തെത്താൻ ഇരുത്തത്തെ കാരണമാക്കണേ അല്ലാഹുവേ. ചില അവസാനം നമുക്ക് നന്നായിട്ട് ദുആ ചെയ്ത് വരിക. എല്ലാം മറന്നേക്ക്. ഇപ്പൊ നമ്മൾ ഇരിക്കണം മദീനയിലാണ്. ഇപ്പൊ നമ്മളവിടെ ഇരിക്കുന്നത് മദീനയിലാണ്. അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോഴും മദീനയിൽ ഒരു നിത്യ സാന്നിധ്യമായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയെ സ്നേഹിക്കണം. മദീനയിൽ ഒരു അന്തേവാസി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അന്തേവാസി മദീനയിൽ ജീവിച്ചു പോയ ഒരു സമൂഹമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടെ ഗുണം, അവരുടെ സ്വഭാവം, ആ ഗുണവും സ്വഭാവം ഉണ്ടായാൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം, ഇതെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അള്ളാഹു തൗഫീഖ് നൽകുന്നു. ആ മദീനയിലെ രണ്ടാമത്തെ വിഭാഗക്കാരാരാ? ഖുർആൻ. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ മദീനയായത് എങ്ങനെയെന്നറിയോ? ആ മദീനത്തിൽ കുറെ ആളുകൾ താമസിച്ചിരുന്നു. ആരെന്നറിയോ? സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അൻസാറുകളായ സഹാബാക്കൾ. സഹോദരങ്ങളെ, സഹാബാക്കൾ രണ്ട് വിഭാഗമാണ്. ഒന്ന് മക്കക്കാരായ മുഹാജിരീങ്ങൾ, രണ്ടാമത് മദീനക്കാരായ അൻസാറുകൾ. ആ അൻസാറുകളാണ് മദീനത്തിന്റെ അവകാശികൾ. അല്ലാഹു നമ്മളെയും അൻസാറുകളാക്കട്ടെ, അല്ലാഹു നമ്മളെയും അൻസാറുകളാക്കട്ടെ. ആരാ അൻസാറുകൾ എന്നറിയോ? അതറിയണമെങ്കിൽ മദീനയുടെ ചരിത്രമൊന്ന് പരതുക. ആദ്യം മദീനയുടെ ചരിത്രമൊന്ന് പരതുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ പ്രബോധനം നടത്തുമ്പോ റസൂലുള്ളാഹിക്ക് പ്രബോധനം നടത്താൻ കഴിയാതെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കഴുത്തിലിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ബുദ്ധികൾ മട്ടാകുമ്പോ റസൂലുള്ള മദീനയിലോട്ട് പാലായനം ചെയ്യാൻ തീരുമാനിച്ചു. സഹോദരങ്ങളെ, പാലായനം ചെയ്യാൻ തീരുമാനിച്ചു. ആ റസൂലുള്ളാഹിനെ സഹായിച്ച ആളാണ് അൻസാറുകൾ. അൻസാറുകൾ എന്നാൽ സഹായികൾ. അല്ലാഹു നമ്മളെയും അൻസാറുകളാക്കട്ടെ, അല്ലാഹു നമ്മളെയും അൻസാറുകളാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാർ. അല്ലാഹു നമ്മളെ അൻസാറുകളാക്കട്ടെ. അൻസാറുകളുടെ സ്വഭാവം എന്താണെന്ന് സഹായിക്കുക. അൻസാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ സഹായിക്കുന്നത്. അൻസാറിനെ പോലെയുള്ള ആളുകൾ കാസർഗോഡുണ്ട്. ഇവിടെ 6 മുസ്ലിം സഹോദര സ്ത്രീകളും ഒരു അമുസ്ലിം സ്ത്രീയുമാണ്. പ്രത്യേകിച്ച് കാസർഗോഡിന്റെ സാമൂഹിക അന്തരീക്ഷ പ്രകാരം ഈ നടക്കുന്നത് ഒരു മഹാസൗഹൃദത്തിന്റെ ചങ്ങലയാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങൾ, ഒരു അമുസ്ലിം സഹോദരി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ചിലർക്കൊക്കെ ഒരു വിഷമം ഉണ്ടാകാറുണ്ട്.
പക്ഷേ സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ മുഖവും നിങ്ങളുടെ മുഖവും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ കൈയും നിങ്ങളുടെ കൈയും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ മുഖവും മുസ്ലിമിൻ്റെ മുഖവും ഹിന്ദുവിൻ്റെ മുഖവും തമ്മിൽ വ്യത്യാസമുണ്ട്. മുസ്ലിമിൻ്റെ കൈയും ഹിന്ദുവിൻ്റെ കൈയും തമ്മിൽ വ്യത്യാസമുണ്ട്. മുസ്ലിമിൻ്റെ കാൽപ്പാദവും ഹിന്ദുവിൻ്റെ കാൽപ്പാദവും തമ്മിൽ വ്യത്യാസമുണ്ട്. മുസ്ലിമിൻ്റെ കണ്ണും ഹിന്ദുവിൻ്റെ കണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ണെന്ന് പറഞ്ഞാൽ വല്ലാത്ത വ്യത്യാസമുള്ള സാധനമാണ്. ചാൾസ് ഡാർവിന് പോലും കുരങ്ങിൽ നിന്നാണ് മനുഷ്യരുണ്ടായതെന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിനെ പോലും ഉത്തരം മുട്ടിച്ച മനുഷ്യ ശരീരത്തിൽ ഒരേ ഒരു അവയവം കണ്ണാണ്. കണ്ണെങ്ങനെ ഉണ്ടായെന്ന് ഡാർവിന് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ലേ? ഡാർവിന് പോലും ഉത്തരം മുട്ടിപ്പോയി. നമ്മുടെ കണ്ണും ഒരു ഹിന്ദുവിൻ്റെ കണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്കെല്ലാവർക്കും ഒരു കാര്യത്തിൽ വ്യത്യാസമില്ല, ഒരേപോലെയാണ്. നമ്മുടെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീരും ഹിന്ദുവിൻ്റെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീരും തമ്മിൽ നിറവ്യത്യാസമില്ല, രുചി വ്യത്യാസമില്ല. മകളെ കെട്ടിക്കാൻ കഴിയാതെ, സ്ത്രീധനമെന്ന് പറയുന്ന ദുരാചാരത്തിന്റെ നടുവിൽ മകളെ കെട്ടിക്കാൻ കഴിയാതെ ഒരു ചെറ്റക്കൂരയിലിരുന്ന് കരയുന്ന ഒരു പാവപ്പെട്ട ഹൈന്ദവ അമ്മയുടെ കണ്ണുനീരും, വിവാഹച്ചന്തയിൽ മത്സര്യബുദ്ധിയോടെ കോടികളെറിഞ്ഞ് പകിട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ മകളെ കെട്ടിക്കാൻ കഴിയാതെ പള്ളിക്കോലായിൽ വെള്ളിയാഴ്ച ദിവസം തുണി വിരിക്കുന്ന ഒരു മുസ്ലിം ഉമ്മയുടെ കണ്ണുനീരും, ഈ രണ്ട് കണ്ണീരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. കണ്ണുനീരിന്, മനുഷ്യന്റെ കണ്ണിലൂടെ ചാലിട്ടെടുക്കുന്ന കണ്ണുനീരിന് വ്യത്യാസമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യ സ്നേഹികളാണ് ഒരു ഹൈന്ദവ സഹോദരിയുടെ കൂടെ കണ്ണീരൊപ്പാൻ തീരുമാനിച്ചത്. കണ്ണീരിന് എന്താണ് വ്യത്യാസമുള്ളത്? കണ്ണുനീരിന് എന്ത് നിറവ്യത്യാസമുള്ളത്? മോളെ കെട്ടിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു ഹൈന്ദവ അമ്മയുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് കയ്യിൽ തൊട്ടെടുത്തിട്ട് നിങ്ങളൊന്ന് രുചിച്ചു നോക്കുക, അതിന് വ്യത്യാസമായി നിറവ്യത്യാസം ഉണ്ടാവില്ല. ഒരു മുസ്ലിം ഉമ്മയുടെ കണ്ണുനീരും എടുത്തിട്ട് നിങ്ങൾ രുചിച്ചു നോക്കുക, രുചിക്കും വ്യത്യാസമുണ്ടാവില്ല, അതിന് മുപ്പുരസമായിരിക്കും. കണ്ണുനീരിന് നിറവ്യത്യാസമില്ലെന്ന് തിരിച്ചറിയണം. അള്ളാഹു ഈ സദസ്സിനെ അതുകൊണ്ട് എങ്ങനെ പറയണമെന്ന് എനിക്ക് തന്നെ അറിയാം. എൻ്റെ വാക്ക് തന്നെ പതറുകയാണ്. അള്ളാഹു ആ സന്ദർഭത്തിൽ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇത് പറഞ്ഞിട്ട് എൻ്റെ വിഷയം തീർന്നു പോകില്ല. പലരും എന്നോട് പറയുന്ന ഒരേ ഒരു പരാതി, ഉസ്താദിന്റെ വിഷയം തീരുന്നില്ലെന്ന്. പള്ളത്ത് വന്നിട്ട് ഖുർആനിലെ കൂട്ടുകാർ പറഞ്ഞു, 8 കൂട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി, ബാക്കി ഇനി പറയാൻ കിടക്കാൻ. അതങ്ങനെയാണ്, ഞാൻ പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോകും. ചില സമയത്ത് എനിക്കും കൂടെ ഉഷാറ് കയറി അങ്ങനെ അങ്ങോട്ട് പോകും. അള്ളാഹു നല്ല ആഫിയത്ത് നൽകട്ടെ, അള്ളാഹു നല്ല ആഫിയത്ത് നൽകട്ടെ. എൻ്റെ പൊന്നു സഹോദരൻ, കാസർഗോഡേക്കുള്ള യാത്രയിൽ ഞാൻ തകർന്നു. താമസം ഇവിടെ ഉണ്ടാക്കാറില്ല. ഞാൻ ഒന്നും പറയണ്ട, മൈക്ക് ഇവിടെ പോട്ട് മൈക്കല്ലേ, താമസിച്ചാൽ മാത്രം മതിയാ. ആരെങ്കിലും ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി തരണ്ടേ? എപ്പോഴും ഇവരിങ്ങനെ തോപ്പ് വെച്ച ആളൊന്നും തരൂ. ഓട്ടസ് പഞ്ചായത്തിന്, എൻ്റെ മൂത്തമോൻ 6 വയസ്സുള്ളൂ, പഞ്ചായത്തിൽ നിന്ന് ആള് വന്നു ഈ സെൻസസ് എടുക്കാൻ സീവറുകളത്. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിലെ ടീച്ചറാണ് സെൻസസിന് വന്നത്. അപ്പോൾ എൻ്റെ മോനുണ്ട്, ഞാനില്ല, എൻ്റെ ഭാര്യയും കുട്ടികളുണ്ട്. സെൻസൊക്കെ പൂരിപ്പിച്ചെടുത്തും വിവാഹം കഴിച്ചോ, എത്ര മക്കളുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ടീച്ചർ വെറുതെ, ഞാൻ ഈ കാസർഗോഡൊക്കെ പറഞ്ഞറിയാം, അപ്പോൾ ടീച്ചർ വെറുതെ ചോദിച്ചു, പാപ്പ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടാകും. എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ മൂത്തമ്മൻ പറഞ്ഞു ഉണ്ട്. ഞാൻ അപ്പോൾ അവൻ ചോദിച്ചു അവിടെ നിന്ന് കാസർഗോഡ് നിന്നാണ്. അവൻ നോക്കുമ്പോൾ ശനിയാഴ്ച രാവിലെ ബാഗുമായിട്ട് ഇറക്കും, വ്യാഴാഴ്ച വാപ്പ വീട്ടിൽ വരുള്ളൂ. അവൻ്റെ സ്വന്തം വീട്ടിൽ ഒരു ദിവസം ഉള്ളൂ. 6 വയസ്സുകാരൻ പറഞ്ഞാണ്. അപ്പം എങ്ങനെയുണ്ട്? വന്നോ പടച്ചോമ്പുര. അള്ളാഹു ഈ സ്നേഹം നിലനിർത്തി തരട്ടെ. എന്നിവിടെ നിത്യമായിട്ട് താമസിച്ചാൽ അതോടെ സ്നേഹം പോകും. വല്ലപ്പോഴൊക്കെ വന്നുകൊണ്ടാണ് സ്നേഹം നിലനിൽക്കുന്നത്. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. ധാരാളം സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്തിൻ്റെ അവസാനം നമുക്ക് ദുആ ചെയ്യും. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് അൻസാറുകൾ ഉണ്ടാവണം. അൻസാറുകളുടെ സ്വഭാവമുള്ള ഒരു കൊച്ചു പെൺകുട്ടി കാസർഗോഡ് ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾക്കറിയോ? അൻസാറുകളുടെ സ്വഭാവമുള്ള ഒരു കൊച്ചു പെൺകുട്ടി കാസർഗോഡ് ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾക്കറിയോ? ഇല്ല. കാസർഗോഡ് ജില്ലയിലെ ചെർക്കള അറിയോ? ചെർക്കളയിൽ ഒരു മുഹമ്മദ് UP സ്കൂളുണ്ട്, ചെർക്കള പഞ്ചായത്തിൽ, അറിയോ? ആ മുഹമ്മദ് UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിച്ച ഹരിത എസ്പനോവ എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്. ഹരിത എസ്പനോവ എന്ന് പറയുന്ന ചെർക്കള പഞ്ചായത്തിലെ മുഹമ്മദ് UP സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി 2010 എനിക്ക് തോന്നുന്നു SSLC പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു. കാസർഗോഡ് ജില്ലയിലെ ചെർക്കള പഞ്ചായത്തിൽ 7ാം ക്ലാസ്സിൽ ഇപ്പോഴെ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ അവിടെ വന്നതിന് മുമ്പ് ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുക. ഹരിത എസ്പനോവ എന്ന ആ കൊച്ചുകുട്ടിക്ക് കേരളത്തിലുള്ള മുഴുവൻ കുട്ടികൾ SSLCക്ക് ഒരു കത്തെഴുതി. മലയാളത്തിലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരാണ് ആ കുട്ടി? ഒരു കൊച്ചു പെൺകുട്ടി, ഹരിത എസ്പനോവ, ചെർക്കള പഞ്ചായത്തിലാണ്. ഇപ്പോഴും ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട്.
ആ കുട്ടിക്ക് ഇന്നേ വരെ അവളെ കണ്ടിട്ടില്ലാത്തത് ഈ കേരളത്തിലെ മുഴുവൻ കുട്ടികളും SSLC പരീക്ഷ എഴുതുന്ന പരീക്ഷാ ഹാളിൽ വെച്ച് തങ്ങൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ആ കൂട്ടുകാരിയെ അഭിനന്ദിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും ഒരു കത്തെഴുതി. അവൾ ലോക പ്രശസ്തിയായി മാറിയ കൊച്ചു പെൺകുട്ടി. അവൾ ചെയ്തതോ ഇതുപോലൊരു ദൗത്യം. അവളെ ചെയ്തത് ഇതുപോലൊരു ദൗത്യം. അവളെ ചെയ്ത ദൗത്യം എന്തായിരുന്നു അറിയാം? ഹരിദാസ് അറിയാൻ കഴിയും. പടച്ചോല തിരുവനന്തപുരം ജില്ല കിടക്കണ എനിക്കില്ല. ഞാൻ കാസർഗോഡ് വരുന്നതിനും ഈ കാര്യം ഞാൻ ധാരാളം സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അറിയില്ല കുട്ടിയെ? ഇൻഷാല്ലാ അവസാനം വരെ എനിക്ക് 10 സലാത്തിന് ഞാൻ പറഞ്ഞുതരാം കുട്ടി. അങ്ങനെ കൊണ്ട് ചുളിവിൽ അറിഞ്ഞിട്ട് വേണം. ഞാൻ തിരുവനന്തപുരത്ത് 10 ഏറ്റവും അവസാനം ഇൻഷാല്ലാ ആ കുട്ടി ചെയ്ത സൽക്കർമ്മം ഏതാണ്?